അമൃത്, ഒരുപാട് വിയോഗ വാർത്തകൾ ഇങ്ങനെ വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മറ്റൊരു വിയോഗ വാർത്തയിലേക്കാണ് നമ്മൾ ഇനി കിടക്കുന്നത്. മുൻ MP KP ധനപാലൻ അന്തരിച്ചു. ഇന്ന് വെളുപ്പിനായിരുന്നു അന്ത്യം. മൃതദേഹം വടക്കൻ പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണുള്ളത്. ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ആൻമരിയ, എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം? അമൃത, ഇന്ന് പുലർച്ചയോടുകൂടിയാണ് അന്ത്യം സംഭവിക്കുന്നത്. നേരത്തെ ഇദ്ദേഹത്തിന് ചില ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവപ്പെട്ടിരുന്നു. പക്ഷേ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് പിന്നീട് ഈ പൊതുപ്രവർത്തന രംഗത്തേക്ക് വീണ്ടും അദ്ദേഹം മടങ്ങി വന്നിരുന്നു. VD സതീശന്റെ അനുമോദന ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അത്തരം കാര്യങ്ങളൊക്കെ പറവൂർ കേന്ദ്രീകരിച്ച് നടക്കുന്നത്. അത്തരത്തിലുള്ള ചടങ്ങുകളിലെല്ലാം അദ്ദേഹം സജീവമായിട്ട് പങ്കെടുത്തിരുന്നു. ഈ അസുഖങ്ങളെല്ലാം മാറി വരികയായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഇന്നലെയോടുകൂടി ഒരു ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് ഇന്ന് പുലർച്ചയോടുകൂടി അന്ത്യം സംഭവിക്കുകയായിരുന്നു. ഇദ്ദേഹം മുൻ ലോക്സഭാ അംഗമാണ്. അത് എറണാകുളം ജില്ലയിൽ നിന്നുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവ്, അതോടൊപ്പം തന്നെ KPCCയുടെ ഭാരവാഹിയും കൂടിയാണ് ഈ KP ധനപാലൻ. അദ്ദേഹം ഈ KSUയുടെ സംഘടന, അതായത് KSU സംഘടനയിൽ നിന്ന് തന്നെ പ്രവർത്തനം ആരംഭിച്ച സജീവമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വന്ന ഒരു ആൾ കൂടിയാണ്. ചാലക്കുടി മണ്ഡലത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ലോക്സഭയിലേക്ക് എത്തുന്നത്. 2009 അദ്ദേഹം ചാലക്കുടിയിൽ നിന്നും വിജയിക്കുന്നത്. എന്തായാലും ഏറെ സങ്കടകരമായിട്ടുള്ള വാർത്തയാണ്. നിരവധിയായിട്ടുള്ള രാഷ്ട്രീയക്കാരും അതോടൊപ്പം തന്നെ അവിടെയുള്ള നാട്ടുകാരടക്കമുള്ള ആളുകൾ ഈ വടക്കൻ പറവൂരിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അമൃത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.